പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾക്കും ഡോക്ടറാകാം, നിങ്ങളുടെ ഡോക്ടർ. കുറേ നുണയേക്കാൾ കൂടുതൽ വലിയ കടുംനുണ ഉടൻ വരാൻ പോകുന്നു എന്ന് ലോക അനാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോക അനാരോഗ്യ സംഘടനയിൽ കുറേ ജ്യോതിഷികളുണ്ട്. അവർ കവടി നിരത്തി പ്രവചിക്കുകയാണ് വരാൻ പോകുന്ന രോഗങ്ങൾ, പകർച്ചവ്യാധികളെ, വരാൻ പോകുന്ന വൈറസുകളെ. 2 വീഡിയോകൾ ഞാനതിൽ ചെയ്തിരുന്നു. ഇതാ തെളിവ്. എന്തിനാണ് തെളിവ്? കുറേ നുണ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ, ജനസംഖ്യ കുറയ്ക്കാൻ. ആദ്യമേ ഞങ്ങളിത് പറഞ്ഞതാണ്. ജനസംഖ്യ കുറയ്ക്കാൻ, ലോക ജനസംഖ്യ കുറയ്ക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടന്നു വരികയാണ്, ജാഗ്രത പാലിക്കണമെന്ന് പല പ്രാവശ്യവും ഞങ്ങൾ പറഞ്ഞു. ഇപ്പോഴിതാ തെളിവുകൾ തന്നെ കണക്കുകളായി പുറത്തു വന്നിരിക്കുന്നു. കോവിഡ് ആരെയും കൊന്നില്ല, കോവിഡിന് മരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചെന്നവർക്കെല്ലാം വാരിക്കോരി മരുന്നുകൾ കൊടുത്തു. ആളുകളാകെ പേടിച്ച് വിരണ്ട് മരുന്നുകളാണ് രക്ഷാമാർഗമെന്ന് കരുതി ചെന്നു. കയ്യിൽ കിട്ടിയ മരുന്നൊക്കെ എടുത്ത് അവരുടെ വായിലേക്ക് ഇട്ടുകൊടുത്തു. നഴ്സുമാർ പുറകെ വെള്ളവും ഒഴിച്ചു കൊടുത്തു. ആളുകൾ വിഴുങ്ങി. ആ വിഴുങ്ങിയ 7 മരുന്നുകൾ കേന്ദ്ര സർക്കാർ പിന്നാലെ നിരോധിച്ചു. അതോടെ കോവിഡ് മരുന്നുകളുടെ മരണങ്ങൾ പെട്ടെന്ന് നിന്നു. കണ്ണെല്ലാം ചൂഴ്ന്നെടുക്കുന്ന ഭീകരത വരെ കോവിഡിൻ്റെ തലയിൽ വെച്ചിരുന്നതാണ്. അതൊക്കെ ഉണ്ടാക്കിയത് അപ്പോത്തിക്കരിയുടെ മരുന്നുകളായിരുന്നു എന്നും തെളിഞ്ഞു. കോവിഡ് താണ്ഡവമാടിയ നാളിൽ, രാജ്യം മുഴുവൻ ലോക്ക്ഡൗൺ ആക്കിയ നാളുകളിൽ കേരളത്തിലെ മരണം 30,000 കുറഞ്ഞത്. 2019 കേരളത്തിലെ മരണനിരക്ക് 30,000 കുറഞ്ഞു. ആളുകൾ ആശുപത്രിയിൽ പോയില്ല, മരുന്നുകൾ വാങ്ങാൻ വഴിയുണ്ടായില്ല, ചികിത്സ ചെയ്യാൻ കഴിഞ്ഞില്ല. ജനങ്ങളുടെ മരണനിരക്ക് കുറഞ്ഞു. ആരും അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. കോവിഡ് ആളെ കൊല്ലിയായിരുന്നെങ്കിൽ, ആളെ കൊല്ലുന്ന പകർച്ചവ്യാധിയായിരുന്നെങ്കിൽ സകലരും വാപിളർന്നു നിന്ന, അന്തം വിട്ടു ഭയന്ന ആ കോവിഡിൻ്റെ ആദ്യ നാളുകളിലായിരുന്നല്ലോ കൂടുതൽ മരണങ്ങൾ ഉണ്ടാവേണ്ടിയിരുന്നത്. ഇവിടെ 30,000 മരണം കേരളത്തിൽ മാത്രം കുറഞ്ഞു. പിന്നീടെന്ത് സംഭവിച്ചു? ഇപ്പോൾ വന്ന കണക്കെന്താണ്? 2020-ലും 2021, 2022 വർഷങ്ങളിലും ഈ വർഷവും മരണനിരക്ക് കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ മരണം, ഏറ്റവും കൂടുതൽ വാക്പാപം, കുറേ നുണ വരാതിരിക്കാൻ എന്നുള്ള പേരിൽ ഏറ്റവും കൂടുതൽ വാക്പാപം കുത്തിയ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക് തന്നെ പുറത്തു വന്നിരിക്കുന്നു. 2020 1000 പേർക്ക് 4.46 ജനനങ്ങളായിരുന്നുവെങ്കിൽ 2021 അത് 4.19 കുറഞ്ഞു. ജനനം കുറഞ്ഞു, ഇനി മരണമോ? 2020 2.50% 1000-ന് മരണം. 2021 ആയപ്പോൾ അത് 3.39 കൂടിയിരിക്കുന്നു. സ്ത്രീകളുടെ പ്രത്യുൽപാദന ശേഷി 2020 1.56 ആയിരുന്നെങ്കിൽ അത് 1.46 കുറഞ്ഞു. അതേസമയം 2022 2127 കുഞ്ഞുങ്ങൾ പ്രസവ സമയത്ത് മരിച്ചിട്ടുണ്ട് ഈ കേരളത്തിൽ. അത് ആദിവാസി മേഖലകളിലോ ഗ്രാമങ്ങളിലോ അല്ല കൂടുതൽ മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്,
കൂടുതൽ മരണങ്ങൾ ആശുപത്രികളിൽ നടന്ന പ്രസവങ്ങളിൽ തന്നെയാണ് എന്ന് വേണം അനുമാനിക്കാൻ. കാരണം ആ മരണങ്ങൾ അർബൻ ഏരിയകളിലാണ്, നഗരങ്ങളിലാണ് കൂടുതൽ നടന്നിട്ടുള്ളത്. ഗ്രാമങ്ങളിൽ 814 കുഞ്ഞുങ്ങളുടെ മരണം നടന്നപ്പോൾ അർബൻ ഏരിയകളിൽ 1307 കുഞ്ഞുങ്ങളുടെ മരണമാണ് പ്രസവാനന്തരം ഉണ്ടായിട്ടുള്ളത്. മോഡേൺ മെഡിസിൻ വന്ന് പ്രസവമെല്ലാം സുരക്ഷിതമാക്കി അമ്മമാരിരുന്ന് കുഞ്ഞിനെ എടുത്തിരുന്ന കാലമൊന്നുമല്ല ഇത്. ആധുനിക വിദ്യകളുടെ, സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണനിരക്കെല്ലാം കുറഞ്ഞു എന്നാണ് ഇവിടെ ചിലർ പാട്ടുപാടുന്നത്. പക്ഷെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. 2020 88,665 മരണങ്ങളാണ് കൂടുതലായി ഉണ്ടായിട്ടുള്ളത്. ഈ മരണങ്ങളിൽ പ്രധാനപ്പെട്ട കാലുമാറി ഹൃദ്രോഗമായിരുന്നു ഏറ്റവും കൂടുതൽ മരണത്തിൻ്റെ കാരണമെങ്കിൽ ആവശ്യമില്ലാത്ത മരുന്നുകളെല്ലാം ചെയ്ത് വാക്പാപം കൊത്തി ഇപ്പോൾ ന്യൂമോണിയയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്നൊരു വില്ലനായി മാറിയിട്ടുള്ളത്. 55 വയസ്സിനും 70 വയസ്സിനും ഇടയിലുള്ള മരണങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ന്യൂമോണിയ ബാധിച്ച് 49% കോവിഡാനന്തര മരണങ്ങളിൽ 2020 54,124 ന്യൂമോണിയ മരണങ്ങൾ ഉണ്ടായെന്ന് പറയുമ്പോൾ നാം ഞെട്ടണം. 2021 ആയപ്പോൾ അത് 68,104 കൂടി. എങ്ങനെ കൂടി എന്നുള്ളതിന് കേരളത്തിലെ അലോപ്പതി ചികിത്സകർ മറുപടി പറയണം. ആരോഗ്യവകുപ്പ് വിശദീകരണം തരണം. എല്ലാ രോഗികളെയും അലോപ്പതിക്ക് തള്ളിവിടാൻ മറ്റു ചികിത്സകളുടെ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ഉത്തരവിട്ട ആയുഷിന്റെ ഒരു അലോപ്പതി സെക്രട്ടറി ഉണ്ടായിരുന്നു. അലോപ്പതിക്ക് പോയവരുടെ ഗതിയാണ് ഈ പറയുന്നത്. 2021 ഏപ്രിൽ മാസം മുതൽ ഒക്ടോബർ വരെയാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അല്പം പിന്നിലേക്ക് പോയി 2021 സെപ്റ്റംബർ 14 ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ഞാനൊന്ന് നോക്കി. ഈ മാസങ്ങളിലാണ് കേരളം ഏറ്റവും കൂടുതൽ വാക്സിൻ എടുത്ത സംസ്ഥാനം എന്നുള്ള ഖ്യാതിയിലേക്ക് എത്തിയിട്ടുള്ളത്. ആ വാർത്ത ഇതാണ്: കേരള എമംഗ് ടോപ്പ് 5 സ്റ്റേറ്റ്സ് ഇൻ കോവിഡ് വാക്സിനേഷൻ ഡ്രൈവ്. 75% ടാർഗറ്റഡ് പോപ്പുലേഷനിൽ വാക്സിനേഷൻ നൽകാൻ കേരളത്തിന് സാധിച്ചു എന്നാണ് പറഞ്ഞത്. 2021 ഏപ്രിൽ മാസം മുതൽ ഒക്ടോബർ വരെ എത്തുന്നതിനിടയിൽ വാക്പാപം ഏറ്റവും കൂടുതൽ അടുപ്പിച്ചതിൻ്റെ മഹത്വമാണ് പത്രം പാടുന്നത്. ഒരു ഡോക്ടർ പത്മനാഭ ഷേണായിയുടെ പ്രഖ്യാപനം ടൈംസ് ഓഫ് ഇന്ത്യ കൊടുത്തിരുന്നു. നമ്മുടെ 44% ആളുകൾക്കും ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി കിട്ടിയിരിക്കുന്നു എന്നാണ് അർത്ഥം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഗുരുതരമായ രോഗത്തിനെതിരെ വാക്പാപം കിട്ടിയവർക്ക് ഇനി ആശുപത്രികൾ വേണ്ടി വരില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് കുത്തുകിട്ടിയവർക്ക് എല്ലാവർക്കും അറിയാം. അവർക്കൊക്കെ കുറേ നുണ വീണ്ടും വന്നു. അതുവരെ വരാതിരുന്നവർക്കും വന്നു. പലർക്കും കൈതളർച്ച, മരവിപ്പ്, സ്ട്രോക്ക്, അറ്റാക്ക്, ന്യൂമോണിയ, ആശുപത്രിവാസം, ഗതികേടിൻ്റെ പുറത്ത് ഗതികേടായി. പലരും കുഴഞ്ഞു വീണു മരിച്ചു. ഞാൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, വാക്പാപം എടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ഓരോരോ ന്യായം പറഞ്ഞ് സർക്കാരിനെ വിശ്വസിച്ച്, മരുന്ന് കമ്പനികളെ വിശ്വസിച്ച്, അലോപ്പതി ആശുപത്രികളെയും ഡോക്ടർമാരെയും വിശ്വസിച്ച് വാക്പാപം എടുത്തവരിൽ നല്ലൊരു ശതമാനവും ഗതികേടിലാണ്. ഓരോ ദിവസവും അവരുടെ ഗതികേട് കൂടിക്കൂടി വരുമ്പോൾ ഏതോ ഒരു ഭാഗ്യത്തിന് പ്രകൃതി രീതികൾ നന്നായി ചെയ്യുന്നവർ രക്ഷപ്പെടുന്നതും കാണുന്നുണ്ട്. ഇനി ഇതാ പുതിയ വാക്പാപത്തിനു വേണ്ടി പുതിയ പക
പകർച്ചവ്യാധിയുമായി ഹിറ്റ്ലറുടെ പിൻഗാമികൾ കൂട്ടക്കുരുതിക്കിറങ്ങാൻ പോവുകയാണ്. ഉദ്ദേശിക്കാത്ത തിരിച്ചടികൾ വന്നു, ഉദ്ദേശിക്കാത്ത എതിർപ്പുകൾ വന്നു. വേണ്ട രീതിയിൽ കളം നിറഞ്ഞ് കളിക്കാൻ കുറേ നുണക്കാർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് അടുത്ത തട്ടിപ്പുമായി അവർ വരികയാണ്. ഈ കണക്കുകളെങ്കിലും നിങ്ങളുടെ കണ്ണു തുറപ്പിക്കട്ടെ. വരാൻ പോകുന്ന പെരുന്നുണയുടെ, കുറേ നുണ കഴിഞ്ഞു വരുന്ന കുറെ കൂടി വലിയ പെരുന്നുണയുടെ കെണിയിൽ വീഴാതെ കഴിക്കാൻ ജാഗ്രത പാലിക്കുക. കുറെ നുണയുടെ പേരിൽ വാക്പാപമെടുത്തവർ ശരീരശുദ്ധിയുടെ, ആന്തരിക ശുദ്ധിയുടെ പ്രകൃതി രീതികൾ ഉടനടി ചെയ്യണം. എപ്പോഴാണ് നിങ്ങൾ കുഴഞ്ഞു വീണു മരിക്കുക എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഡെമോക്ലസിന്റെ വാള് തലയിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെ ആപത്ത് നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. സൈലന്റ് കില്ലറാണ് ഈ സാധനം. നിശബ്ദനായ കൊലയാളിയാണ് ഈ സാധനം. കണ്ണു തുറക്കുക, ശബ്ദമുയർത്തുക. സർക്കാരും മരുന്ന് കമ്പനികളും അലോപ്പതിക്കാരും ചെയ്ത കൊടും ചതി മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ വിവേകത്തെ മുന്നിൽ കൊണ്ടുവരിക. കഴിയുന്നത്ര ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതുക. നേച്ചർ ലൈഫ് TV ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നന്ദി, നമസ്കാരം.